ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ജേർണലിംഗ് സപ്ലീസ് ഹോൾ പാർട്ട് 3 ആണ് ഇന്നത്തെ വീഡിയോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതൊക്കെ എവിടുന്നാ വാങ്ങിയതെന്ന് ചോദിച്ചവരുണ്ട്, അവരോടാണ്. ഇത് ഞാൻ ടെമു ആപ്പിൽ നിന്നാണ് വാങ്ങിയത്. കറൻ്റ്ലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഞാൻ യുഎഇന്ന് ആൾ വരുമ്പോൾ ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. എന്നാൽ വീഡിയോയിലൊക്കെ കിടക്കാം. ആദ്യം തന്നെ ഇതുപോലെ കുറച്ച് സ്റ്റിക്കർ ഷീറ്റാണ്. ഇത് മന്ത്ലി പ്ലാനർ സ്റ്റിക്കേഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ ഈ ഒരു സെറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ജേർണലിംഗ് ചെയ്യാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി അടുത്ത സെറ്റ് ഓപ്പൺ ആക്കി നോക്കാം. ഇത് വിൻറ്റേജ് തീമിൽ വരുന്ന ഡോറും വിൻഡോസ് ഒക്കെയാണ്. ഓരോന്നും ഡിഫറെന്റ് ഡിസൈനിൽ വരുന്നതാണ്. ഈ ഒരു പാക്കറ്റിൽ 10 പീസാണുള്ളത്. ഇനി അടുത്തത് വരുന്നത് വിൻറ്റേജ് ഫിലിം റീൽ വാഷി ടേപ്പ് ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇതിൽ ഞാൻ ഓർഡർ ചെയ്തതിനേക്കാൾ കൂടുതൽ ഞാനറിയാതെ അവർ വാങ്ങി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇനി അടുത്തതായി വരുന്നത് ഈ ഒരു ജെം സ്റ്റോണിന്റെ സ്റ്റിക്കർ ആണ്. ഈ ഒരു സെറ്റിൽ 900 പീസ് സ്റ്റിക്കേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മൾട്ടി കളേഴ്സിലാണ് ഇത് വരുന്നത്. ഇനി അടുത്തതായി വരുന്നത് സ്റ്റാറി നെയിൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിൽ 4 ഷീറ്റാണ് വരുന്നത്. സിൽവർ, ബ്ലാക്ക്, വൈറ്റ്, ഗോൾഡൻ എന്നീ കളർ തീമിലാണ്. ഇനി അടുത്തതായി ഓപ്പൺ ആക്കുന്നത് വുഡൻ സ്റ്റാമ്പ് സെറ്റ് ആണ്. ഇത് ഇങ്ക് പാഡോട് കൂടി ഉള്ളതാണ്. ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത്. ഇതിന്റെ ഇങ്ക് പാഡ് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് കൂടി കാണിച്ചു തരാം. ഈ ഇങ്ക് പാഡിലേക്ക് ഈ ലെറ്റർ പ്രസ് ചെയ്ത് നോട്ട്സിലേക്ക് വെക്കാവുന്നതാണ്. നമുക്ക് എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ അതിനാവശ്യമായ ലെറ്റേഴ്സ് എടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി വരുന്നത് സ്റ്റാമ്പ് ഇങ്ക് പാഡിന്റെ സെറ്റാണ്. ഇതിൽ ഡിഫറെന്റ് കളറിൽ വരുന്ന 20 പീസ് ഉണ്ട്. ഒട്ടുമിക്ക കളേഴ്സും ഇതിലുണ്ട്. ഇത് സിൽവർ ഗ്ലിറ്റർ ഇങ്ക് പാഡ് ആണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഇങ്ക് ബ്ലെൻഡിങ് ടൂൾ ആണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 10 ഫോംസും കൂടി ഉണ്ട്. ഇനിയുള്ളത് ഫിംഗർ സ്പോഞ്ചസ് ആണ്. ഇതും ഇങ്ക് ബ്ലെൻഡിങ്ങിനൊക്കെ യൂസ് ആക്കുന്നതാണ്. ഈ ഒരു സെറ്റിൽ 15 പീസോളം ഉണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ജേർണലിംഗ് സ്റ്റെൻസിൽസ് ആണ്. ഇതിൽ ഒരു 8 പീസോളം ഉണ്ട്. ഓരോന്നും ഡിഫറെന്റ് തീമിൽ വരുന്നതാണ്. കൂടാതെ ഇത് പ്ലാസ്റ്റിക് ആണ്, അതുകൊണ്ട് തന്നെ റീയൂസബിളും ആണ്. ഇനി അടുത്തത് വരുന്നത് 15 പീസ് ഡയറി സ്റ്റെൻസിൽ സെറ്റ് ആണ്. ഇതും പ്ലാസ്റ്റിക് സ്റ്റെൻസിൽസ് ആണ്, അതുകൊണ്ട് തന്നെ വാഷബിളും റീയൂസബിളും ആണ്. ഇനി അടുത്തത് വരുന്നത് സ്ക്രാപ്പ് ബുക്കിംഗ് ടൂൾ കിറ്റ് ആണ്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൽ ടീസറും കാർവിംഗ് നൈഫും അത് 2 എണ്ണം ഉണ്ട്. 2 ഡിഫറെന്റ് സൈസിലാണ്. പിന്നെ ഉള്ളത് ഡിസ്പെൻസിങ് ഗ്ലൂ പെൻ ആണ്. ഈ ഗ്ലൂ പെന്നിന്റെ കളർ ഭയങ്കര രസാ.
ഒരു തരം പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡാണ്. പിന്നെ ഒരു കട്ടിംഗ് മാറ്റും കൂടി ഉണ്ട്. പിങ്ക് ആൻഡ് പർപ്പിൾ തീമിലാണ് ഇത് വരുന്നത്. ഇനി ജേർണലിംഗ് സപ്ലൈസിൽ അവസാനമായിട്ട് ഈ ഒരു സ്റ്റിക്കർ പാക്കും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇത് വിൻറ്റേജ് ഫ്ലവർ വിൻഡോസ് തീമിലാണ് വരുന്നത്. ഇതിൽ 12 സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതും നല്ല രസമുണ്ട്. അപ്പോൾ ജേർണലിംഗ് സപ്ലൈസ് ഹോള് ഇതോടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റേഷനറി ഹോളായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. സൈഡിലായിട്ട് ഞാൻ വീഡിയോ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.